എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് നിങ്ങളുടെ ചെറിയ ചെറിയ സംഭാവനകൾ അയച്ചു തരിക, ഞങ്ങൾക്ക് പരസ്യങ്ങൾ തരിക. അങ്ങനെ ഞങ്ങളെയും കൂടി വളർത്തുക. സാമൂഹ്യ വിഷയങ്ങൾ, സാഹിത്യകാര്യങ്ങൾ, സാംസ്കാരിക, ചരിത്ര, രാഷ്ട്രീയ കാര്യം, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടേതായ കാഴ്ചപ്പാട് സമൂഹത്തിൽ പറയുന്ന, എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യത്യസ്തമായ ഡിജിറ്റൽ ചാനൽ. ഇന്നലെ സാധാരണ ഈ ഒരു പരാതി, കഴിഞ്ഞ ആഴ്ച വരെ ഒരു പരാതി ഉണ്ടായിരുന്നത്, ക്രിസ്ത്യാനികളുടെ പള്ളികളിലും അരമനകളിലും കേക്കുമായും വൈനുമായിട്ടൊക്കെ BJP നേതാക്കൾ പോയി കളഞ്ഞു. ഇനി കേക്ക് കൊണ്ടുവരണ്ടെന്ന്. പക്ഷേ ഇനിയിപ്പം മാരാർജി ഭവനിൽ ഇന്നലെ കേക്ക് കൊണ്ടുപോയി ബിലീവേഴ്സ് ചർച്ചുകാർ. ബിലീവേഴ്സ് ചർച്ചുകാരൻ്റെ 4-5 അച്ഛന്മാരും അതിൻ്റെ പരിവാരങ്ങളും എല്ലാം കൂടി രാജീവ് ചന്ദ്രശേഖറിന് കൊണ്ടുപോയി, RC രാജീവ് ചന്ദ്രശേഖർജിക്ക് കൊണ്ടുപോയി കേക്ക് കൊടുത്തു ഇന്നലെ. എന്നിട്ട് അവർ ഒരു പ്രശംസാപത്രവും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ആരും അന്തിച്ചർച്ച ചെയ്തില്ല. കാര്യം ഇന്നലെ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന സാറിൻ്റെ ഒരു വിഷയം കിട്ടി, അതിനെ കടിച്ച് കീറാൻ കിട്ടിയപ്പോൾ പിന്നെ ഇത് വിട്ടുപോയി. അപ്പോൾ അത് സന്തോഷമായിട്ട് ആരും പറഞ്ഞില്ല. ആ ബിലീവേഴ്സ് ചർച്ചിനെ ആരും വിമർശിച്ചിട്ടില്ല, ഒരാളും കുറ്റം പറഞ്ഞില്ല. എന്തേ പറയാത്തത്? കാരണം എന്താണ്? അവർക്കൊരു നന്ദി ഉണ്ടായി. രാജീവ് ചന്ദ്രശേഖർജി ഇത് അറിഞ്ഞതിന് ശേഷം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് 25-ാം തീയതി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസും ഒക്കെ കൂടി രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുകയും അദ്ദേഹം അപ്പോൾ തന്നെ അതിനകത്ത് ഇടപെടുകയും ആ ഇടപെടലിനനുസരിച്ച് അനൂപ് ആൻ്റണി അയക്കുകയും ഒക്കെ ചെയ്ത് വലിയ തോതിൽ അതിനകത്ത് ഇടപെട്ട് ആ കേസിൽ നിന്ന് അവർക്ക് 2 പേർക്കും ജാമ്യം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ജഡ്ജിയെ സ്വാധീനിച്ചെന്ന് പറയാൻ പറ്റില്ല. കാര്യം ജഡ്ജി ഒരു സിറാജുദ്ദീൻ എന്ന് പറയുന്ന മുസ്ലിം കൂടെ ആയിരുന്നു. ഒരു സംഘിയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാം. RSS ഒക്കെ ആയിരുന്നു. അല്ലല്ലോ, ഒരു മുസ്ലിമാണ്, സിറാജുദ്ദീനാണ് ജഡ്ജി. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് സ്വാധീനിക്കാനും പറ്റുന്നതല്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും അവർക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയപ്പോൾ ഇന്നലെ കേക്ക് കൊണ്ടുപോയി. അപ്പോൾ സെറ്റായി. അങ്ങോട്ട് കേക്ക് കൊടുത്തു, ഇങ്ങോട്ടും കേക്ക് കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ മാരാർജി ഭവനിൽ നമുക്ക് കേക്ക് മേള നടത്താം, കേക്കുകൾ എല്ലാവർക്കും കൊടുക്കാം, അങ്ങോട്ടും കൊണ്ടുപോയി കേക്ക് കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ കേക്ക് വിവാദം എന്തായാലും ഇന്നലെ അവസാനിപ്പിച്ചു. ബിലീവേഴ്സ് ചർച്ചിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഈ കേക്ക് വിവാദം അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പിനും ഇവിടെ കിടന്ന് അടിക്കുമായിരുന്നു. ഓരോ സമയം വരുമ്പോഴും, ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനികളെ കാണാൻ BJP നേതാക്കൾ പോയ ഉടനെ എല്ലാം ഇവിടെ കിടന്ന് അടിക്കുമായിരുന്നു. ഈ കേക്ക് വിവാദം കിടന്ന് കറങ്ങുമായിരുന്നു. എന്തായാലും ഇന്നലത്തെ ഒരൊറ്റ കേക്കോടുകൂടി മുഴുവൻ കേക്ക് വിവാദവും തീർത്തിരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഷോൺ ജോർജ് ഒരു കാര്യം പറഞ്ഞായിരുന്നു, അത് ആരും ചർച്ച ചെയ്തില്ല കേട്ടോ. ഈ സമരം നടന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നം നടന്നപ്പോൾ കേരളത്തിൽ വിവിധ ജില്ലകളിൽ SDP-ക്കാർ സമരം ചെയ്തു. കന്യാസ്ത്രീകളെ ഇറക്കണം, മതേതരത്വം പോയി, ജനാധിപത്യം പോയി എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്ത് ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളെല്ലാം, അങ്ങനെ ചെയ്യാൻ നടക്കുന്ന ഒരുപാട് പേർ ഇതിൽ നുഴഞ്ഞു കയറി എന്നൊരാരോപണം ശക്തമായി ഷോൺ ജോർജ് വച്ചിട്ടുണ്ട്. അതും ആരും ചർച്ച ചെയ്തില്ല. കാരണം അതൊക്കെ ചർച്ച ചെയ്താൽ തല്ല് കിട്ടും, അല്ലെങ്കിൽ കൈപൊള്ളും. ചർച്ച ചെയ്യുന്ന ആങ്കർമാരെയും റിപ്പോർട്ടർമാരെയും ചിലപ്പം തല കാണൂല. ഇവിടെ ജോസഫ് മാഷിൻ്റെ കൈ കാണാത്തതുപോലെ കാണില്ല. അതുകൊണ്ട് ഭയങ്കര സംഭവമായിരുന്നു ഇന്നലെ ഈ കേക്ക് കൊടുത്തതും. ഈ ഷോൺ ജോർജ് പത്രസമ്മേളനമൊക്കെ ഒരു 1.5 സമ്മേളനമായിരുന്നു. എന്തായാലും കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പോൾ കേക്ക് കിട്ടി. ഇനി അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സാറിന് വീണ്ടും നന്നായി ക്രിസ്ത്യാനികളുടെ കാര്യവും ഹിന്ദുക്കളുടെ കാര്യവും മുസ്ലിങ്ങളുടെ കാര്യവും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന ഏത് കാര്യവും അദ്ദേഹത്തിന് ഇടപെടാം. അത് യമനിൽ കിടക്കുന്ന നിമിഷാപ്രിയയുടെ കാര്യമാകട്ടെ, ഇനി അവിടെ കിടക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാകട്ടെ, ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന മുസ്ലിങ്ങളുടെ കഥയാകട്ടെ, പാകിസ്ഥാൻ, ലോകത്തെവിടെ കിടക്കുന്ന മലയാളിയുടെ കഥയായാലും അതിലെല്ലാം ഇടപെടാനൊരു വലിയ ചാൻസ്, അവസരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, BJP-യുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയൊക്കെ ഒന്ന് മനസ്സ് മടിച്ചു പോകും. കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ ദിവസം അതിൽ നിന്ന് അവിടെ പോയി കന്യാസ്ത്രീകളെ സ്വീകരിച്ച് അവരെ കന്യാസ്ത്രീ മഠത്തിലൊക്കെ കൊണ്ടാക്കി, സ്വന്തം കാറിലൊക്കെ കയറ്റി കൊണ്ടാക്കി, എല്ലാം ചെയ്തിട്ടും അവസാനം ഒരു വഴിയാണല്ലോ കിട്ടിയതെന്നുള്ളത് പോയി. എന്തായാലും എല്ലാവരും സന്തോഷം, അങ്ങനെ ഹാപ്പിയായി. കേക്ക് എല്ലാവർക്കും കൊടുത്തു. അവിടെ നിന്ന് എല്ലാവർക്കും കേക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ കേക്ക് അവസാനം വിജയിച്ചു.